ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാഗ്നിറ്റ്യൂഡ് വൈസ് k is equal to 1 ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് I1 is equal to I2 ആണ്. അപ്പോൾ I1ന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് I2. സോ അപ്പോൾ ഇതാണ് ദ ഫിഗർ ഓഫ് കറൻസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വെൻ ദ ട്രാൻസ്ഫോമർ ഈസ് ഗോയിങ് ടു ബി ലോഡഡ്. അപ്പൊ ഇവിടെ I1 is exactly opposite to I2 അല്ലേ? ഫിഗർ നോക്ക്, I1 exactly opposite to I2 അല്ലേ? അപ്പൊ ∅1 is equal to ∅2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ∅1 is equal to ∅2 ആണെങ്കിൽ cos ∅1 is equal to cos ∅2 എന്ന് പറയാം. Hence power factor on the primary is equal to the power factor on the secondary. So the primary power factor equals secondary power factor. ഇനി since there are no losses in an ideal transformer, input primary power is equal to secondary output power. So that means V1 I1 cos ∅1. V1 I1 cos ∅1 എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ ആണ്. ഈസ് ഈക്വൽ ടു V2 I2 cos ∅2. V2 I2 cos ∅2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ ആണ്. അപ്പൊ V1 I1 cos ∅1 എന്തിന് ഈക്വൽ ആണ്? V1 I1 cos ∅1 ഈക്വൽസ് V2 I2 cos ∅2. അപ്പൊ V1 I1 cos ∅1 is equal to V2 I2 cos ∅2 or the net input power in the primary equals net output power in the secondary. ഇനി നമ്മൾ ഇതിനെ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവരികയാണ്. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഏത് കണ്ടീഷനിലാണ്? ഓൺ ലോഡ് കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിനെ എന്ത് ചെയ്യാൻ പോകുന്നു? ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആകുമ്പോൾ എന്തൊക്കെ വരുന്നു? വൈൻഡിങ് റെസിസ്റ്റൻസസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സസ് വരുന്നു. എന്ന് വെച്ചാൽ R1 R2 വരുന്നു, X1 X2 വരുന്നു. പ്രൈമറിയിൽ R1 X1 വരുന്നു, സെക്കൻഡറിയിൽ R2 X2 വരുന്നു. അതാണ് ഫസ്റ്റ്. ഇനി രണ്ടാമത്, when the transformer has winding resistance and leakage reactance. അപ്പം നമ്മൾ രണ്ട് കൺസിഡറേഷൻ, ഇത് നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് ആണെങ്കിലും, ഇപ്പൊ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ R1 ഉണ്ട്, R2 ഉണ്ട്, X1 ഉണ്ട്, X2 ഉണ്ട്, കോർ ലോസസ് അല്ലെങ്കിൽ അയൺ ലോസുകൾ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എഡി കറണ്ട് ലോസും ഉണ്ട്, ഹിസ്റ്ററിസിസ് ലോസും ഉണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അറേഞ്ച്മെന്റ്. ഇനി ഈ ഒരൊറ്റ ടൈറ്റിലിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കാൻ പോവുകയാണ്. ഒന്ന്, when the transformer is assumed to have no winding resistance and leakage flux. Winding resistance ഇല്ല, leakage flux ഇല്ല എന്ന് വെച്ചാൽ R1 ഇല്ല, R2 ഇല്ല, X1 ഇല്ല, X2 ഇല്ല. രണ്ടാമത്തെ കേസിൽ when the transformer has winding resistance and leakage flux. അപ്പൊ കേസ് 2ൽ എന്തൊക്കെ വരും? R1 വരും, R2 വരും, X1 വരും, X2 വരും. അപ്പം ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഈ കേസിൽ എന്തില്ല? നോ വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ് ആണ്. വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല, ലീക്കേജ് ഫ്ലക്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് എന്തൊക്കെ മീറ്റ് ചെയ്യണം? ഇറ്റ് മസ്റ്റ് മീറ്റ് ദ സപ്ലൈ നോ ലോഡ് കറണ്ട് I0, അയൺ ലോസ് മീറ്റ് ചെയ്യണം. പിന്നെ എന്ത് മീറ്റ് ചെയ്യണം? ഫ്ലക്സില് കോറില് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ പ്രൈമറി കറണ്ട് എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യണം? അയൺ ലോസുകൾ മീറ്റ് ചെയ്യണം. രണ്ട്, കോറിന് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് കമ്പോണന്റ് IM ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി രണ്ട്, ഇറ്റ് മസ്റ്റ് സപ്ലൈ എ കറണ്ട് I0 ഡാഷ് to counteract the demagnetizing effect of secondary current I2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പ്രൈമറിയിൽ ഒരു കറണ്ട് കൊടുക്കുമ്പോൾ ഇത് ലോഡഡ് ആണ്. സെക്കൻഡറിയിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു I2 കറണ്ട് വരും. ആ I2 കറണ്ടിന്റെ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു I0 ഡാഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് കൂടി നമ്മൾ പ്രൈമറിയിൽ നിന്ന് എടുക്കും. അപ്പൊ അതെന്താണെന്നുള്ളത് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലം ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ഇറ്റ് മസ്റ്റ് സപ്ലൈ എ കറണ്ട് I0 ഡാഷ്, ഒരു I0 ഡാഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് കൂടി സപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടി? ടു കൗണ്ടറാക്ട് ദ ഡീമാഗ്നറ്റൈസിങ് എഫക്ട് ഓഫ് ദ സെക്കൻഡറി കറണ്ട് I2. അങ്ങനെയാണെങ്കിൽ നമുക്ക് N1 I2 ഡാഷ് ഇസ് ഈക്വൽ ടു N2 I2. ഇപ്പം I2 ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. I2 ഡാഷ് എന്ന് പറയുന്നത് I2ന്റെ റിഫ്ലക്ഷൻ കറണ്ട് ഓൺ ദ പ്രൈമറി ആണ്. ആൻഡ് I2ന്റെ റിഫ്ലക്ഷൻ കറണ്ട് ഓൺ ദ പ്രൈമറി എന്ന് പറയുന്നത് KI2 ആണ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബിക്കോസ് I2 സെക്കൻഡറിയിൽ ഉണ്ടെങ്കിൽ സെക്കൻഡറി കറണ്ട് കൊടുക്കാനുള്ള കറണ്ടും കൂടെ നമ്മൾ പ്രൈമറിയിൽ നിന്ന് എടുക്കണമല്ലോ. അതായത് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന ടോട്ടൽ കറണ്ട് എന്തൊക്കെ മീറ്റ് ചെയ്യണം? ഒന്ന്, അയൺ ലോസസ് മീറ്റ് ചെയ്യണം. രണ്ട്, കോറിൽ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യണം. മൂന്ന്, സെക്കൻഡറിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന I2വും നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നതാണ്? പ്രൈമറിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ പ്രൈമറി കറണ്ട് എന്തൊക്കെ മീറ്റ് ചെയ്യണം? പ്രൈമറി കറണ്ട് ഷുഡ് മീറ്റ് അയൺ ലോസസ് PI മീറ്റ് ചെയ്യണം. അതുകൂടാതെ പിന്നെ
ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തത് റിഫ്ലക്ഷൻ കറണ്ട് ഓഫ് I2 ഓൺ ദ പ്രൈമറി I2 ഡാഷ്. ഈ 3 കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മീറ്റ് ചെയ്യണം. അയൺ ലോസ് മീറ്റ് ചെയ്യണം, നമുക്ക് കോറിനെ മാഗ്നറ്റൈസ് ചെയ്യണം, പിന്നെ സെക്കൻഡറിയിൽ ഫ്ലോ ചെയ്യേണ്ട കാര്യം ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആകുമ്പോൾ സെക്കൻഡറിയിൽ I2 ഫ്ലോ ചെയ്യും. ആ I2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ കറണ്ട് ഓൺ ദ പ്രൈമറി എന്ന് പറയുന്നത് I2 ഡാഷ് ആണ്. I2 ഡാഷ് എന്ന് പറയുന്നത് KI2 ആണ്. ആ കറണ്ടും കൂടി എവിടെ നിന്ന് എടുക്കണം? പ്രൈമറിയിൽ നിന്ന് എടുക്കണം. അപ്പൊ ഈ 3 കറണ്ട്സ് ആണ് മെയിൻ ആയിട്ട് ആര് സപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോൾ പ്രൈമറിയിൽ നിന്ന് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസും കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡറി സർക്യൂട്ട് നമ്മൾ ഒരു ഇംപിഡൻസ് ZL യൂസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. സെക്കൻഡറി സർക്യൂട്ട് നമ്മളൊരു ഇംപിഡൻസ് ZL ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ZL വെച്ച് നമ്മളിവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഇവിടെ I2 എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കറണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ടേംസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. N1 അറിയാം, N2 അറിയാം, ഫ്ലക്സ് ഫൈ അറിയാം, അതുപോലെ V1 അറിയാം, E1 അറിയാം, E2 അറിയാം, V2 അറിയാം. ഇവിടെ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ZL എന്ന് പറയുന്ന ലോഡും അതുപോലെ ZL വന്നത് കൊണ്ട് സർക്യൂട്ട് ഇവിടെ നമുക്ക് ക്ലോസ് ആയ സെക്കൻഡറിയിൽ കൂടെ പാസ് ചെയ്യുന്ന I2 എന്ന് പറയുന്ന കറണ്ടും. ഈ I2 എന്ന് പറയുന്ന കറണ്ടിനെ നമ്മൾ പ്രൈമറിയിലോട്ട് എടുക്കുമ്പോൾ അത് എന്തായി മാറുന്നു? I2 ഡാഷ് ആയി മാറുന്നു. I2 ഡാഷ് എന്ന് പറയുന്നത് K ടൈംസ് I2 ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, I2 ഡാഷ് എന്ന് പറയുന്നത് K ടൈംസ് I2 ആണ്. ഓക്കെ, അപ്പം ഈ സെക്കൻഡറി കറണ്ട് ഇവിടെ കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾ K ടൈംസ് I2 ആയിട്ട് പ്രൈമറിയിൽ നിന്ന് എടുക്കണം, വേണ്ടേ? ഇനി പ്രൈമറിയിൽ നമുക്ക് സെക്കൻഡറി കറണ്ട് കൊടുത്താൽ മാത്രം മതിയോ? പോരല്ലോ. നമുക്ക് ഏതൊക്കെ മീറ്റ് ചെയ്യണം? IW എന്ന് പറയുന്ന കോർലോസ് കമ്പോണന്റ് മീറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ IM എന്ന് പറയുന്ന കറണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? മാഗ്നറ്റൈസേഷന് വേണ്ടി യൂസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അറിയാം, വെക്ടർ IW പ്ലസ് IM എന്ന് പറയുന്നത് വെക്ടർ I0 ആണ്. അപ്പം നമുക്ക് എന്തൊക്കെ കറണ്ടുകൾ എടുക്കണം? I0 എന്ന് പറയുന്ന ഒരു കറണ്ടും പ്രൈമറിയിൽ നിന്ന് എടുക്കണം. ഈ KI2 എന്ന് പറയുന്ന കറണ്ടും എവിടെ നിന്ന് എടുക്കണം? പ്രൈമറിയിൽ നിന്ന് എടുക്കണം. അപ്പൊ ടോട്ടൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് I1 ഈസ് ഈക്വൽ ടു എന്താണ്? I0 പ്ലസ് I2 ഡാഷ് ആണ്. അപ്പൊ പ്രൈമറിയിൽ നിന്ന് നമ്മൾ I0 എടുക്കണം. I0 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് I0 എങ്ങനെയാണ് വരുന്നത്. I0 എന്ന് പറയുന്നത് IM-ന്റെയും IW-ന്റെയും വെക്ടർ സം ആണ്. അപ്പൊ ആ വെക്ടർസ്, ഇനി നമ്മൾ IW-നെ പറ്റി IM-നെ പറ്റി ഒന്നും പറയുന്നില്ല, കാര്യം അത് അണ്ടർസ്റ്റുഡ് ആണ്. I0 എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള IW IM-ഉം ചേർത്ത് I0 എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ I0 നമ്മൾ പ്രൈമറിയിൽ നിന്ന് എടുക്കണം. അതുകൂടാതെ സെക്കൻഡറിയിൽ കൊടുക്കാനുള്ള I2 കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KI2വും പ്രൈമറിയിൽ നിന്ന് എടുക്കണം. അപ്പൊ വാട്ട് ഈസ് ടോട്ടൽ പ്രൈമറി കറണ്ട്? ടോട്ടൽ പ്രൈമറി കറണ്ട് ഇതാണ്. ഏതാണ് ടോട്ടൽ പ്രൈമറി കറണ്ട്? ഇറ്റ് ഈസ് I0 പ്ലസ് I2 ഡാഷ്. മനസ്സിലായല്ലോ? ഇനി I2 ഡാഷ് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് I2. കാര്യം എന്താണ്? I2 ഡാഷ് എന്ന് പറയുന്നത് I2വിന്റെ റിഫ്ലക്ഷൻ കറണ്ട് ഓൺ ദ പ്രൈമറി ആണ്. അപ്പൊ I2 ഡാഷ് വിൽ ബി എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു I2. മനസ്സിലായോ? I2 ഡാഷ് എന്തിന് ഓപ്പോസിറ്റ് ആണ്? I2ന് ഓപ്പോസിറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ കറണ്ട് ഓഫ് ദ സെക്കൻഡറി കറണ്ട് I2 ഓൺ ദി പ്രൈമറി. സോ I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് KI2. മനസ്സിലായോ? അപ്പൊ I2വിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് വർക്ക് ചെയ്യുക? I2 ഡാഷ് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. അപ്പൊ നിങ്ങളിവിടെ ഫേസർ ഡയഗ്രാം നോക്കേ. അപ്പൊ ഇത് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ ഫേസർ ഡയഗ്രാം ആണ്, ഓൺ ലോഡ് ആണ്. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ഇതിനകത്ത് നമുക്കിവിടെ ഫ്ലക്സ് ഫൈ ആണ് നമ്മുടെ റെഫറൻസ് ക്വാണ്ടിറ്റി. ഈ ഫ്ലക്സ് ഫൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു IM എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് കറണ്ട് വലിക്കുന്നു. ഓക്കെ, ഈ IM എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് കറണ്ട് കൂടാതെ നമ്മുടെ കോർലോസ് കമ്പോണന്റ് ഇൻ ഫേസ് വിത്ത് V1 ഉണ്ട്, അത് IW ആണ്. ഞാൻ ഇതിനകത്ത് ഇല്ലാത്തതും കൂടെ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതങ്ങ് മായ്ക്കാം. അപ്പം നിങ്ങൾക്കറിയാം, വെക്ടർ IM പ്ലസ് വെക്ടർ IW ആണ് നമുക്ക് എന്ത് കിട്ടുക? ഈ പറഞ്ഞ I0 എന്ന് പറയുന്ന കമ്പോണന്റ് കിട്ടുക. അപ്പൊ അത് ഇവിടെ അവർ കാണിച്ചിട്ടില്ല, ഫിഗറിൽ അത് കാണിച്ചിട്ടില്ല. അപ്പൊ അത് എങ്ങനെയാണ് I0 കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അപ്പൊ നമുക്ക് IW കിട്ടി, IM കിട്ടി, IW വെക്ടർ പ്ലസ് IM വെക്ടർ, നമുക്ക് വെക്ടർ I0 കിട്ടി. അപ്പൊ അങ്ങനെ വെക്ടർ I0 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് I0 കിട്ടിയല്ലോ. ഇനി നമ്മുടെ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്, അത് Y ആക്സിസിലാണ്. മൈനസ് Y ആക്സിസിൽ നമുക്ക് E2 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു എന്തുണ്ട്? E2 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു E1.
അല്ല, ഇതെല്ലാം ഈ ഡയറക്ഷനിലാണ് വരുന്നത്. നമ്മൾ കെ നമുക്ക് ഒന്നായിട്ട് എടുക്കാം, കെ ഈസ് ഈക്വൽ ടു 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ V1 ഓപ്പോസിറ്റ് ആയിട്ട് പ്രൈമറി ഇൻഡ്യൂസ് DMF V1 ഉണ്ട്, സെക്കൻഡറിയിൽ E2 ഉണ്ട്, V2 ഉണ്ട്. കെ ഈസ് ഈക്വൽ ടു 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വരച്ചത് ഓർക്കുന്നുണ്ടല്ലോ, I2 lags V2 by an angle phi2. I2 lags V2 by an angle phi2. ഇനി I2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ ടൈംസ് I2 ആണ്. കെ ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് I2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ I2വിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മൈനസ് ചെയ്തു. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ഓപ്പോസിറ്റ്. മൈനസ് I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് I2. മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസമില്ല. നമ്മൾ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഗെറ്റ്സ് ചേഞ്ച്ഡ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നു? I2 ഡാഷ് കിട്ടുന്നു. അപ്പം I2 ഡാഷ് കിട്ടി, I0 നമുക്ക് കിട്ടി അല്ലേ? I2 ഡാഷ് കിട്ടി, I0 കിട്ടി. അപ്പോൾ വാട്ട് ഈസ് ടോട്ടൽ പ്രൈമറി കറണ്ട് I1? ടോട്ടൽ പ്രൈമറി കറണ്ട് എന്താണെന്നാ പറഞ്ഞത്? ഇറ്റ് ഈസ് I0 പ്ലസ് I2 ഡാഷ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? I0യുടെയും I2 ഡാഷിന്റെയും കൂടെ വെക്ടർ സം കണ്ടുപിടിക്കുന്നു. അതാണ് ടോട്ടൽ പ്രൈമറി കറണ്ട് I1. അതാണ് ടോട്ടൽ പ്രൈമറി കറണ്ട് I1. ആംഗിൾ ഓഫ് I0 വിത്ത് റെസ്പെക്ട് ടു V1 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് I0 വിത്ത് റെസ്പെക്ട് ടു V1 ആണ് φ0. ആംഗിൾ ഓഫ് I1 വിത്ത് റെസ്പെക്ട് ടു V1 ആണ് φ1. അപ്പം പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ V1 ആൻഡ് I1 ആണ്. അതെന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് φ1 ആണ്. ഈ ഫേസർ ഡയഗ്രാം മനസ്സിലായോ? അപ്പൊ ഫ്ലക്സ് φ ഉണ്ട്. ഈ ഫ്ലക്സ് φയിൽ തന്നെ IM ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, E2 ഉണ്ട്, E1 ഉണ്ട്. K ഈസ് ഈക്വൽ ടു 1 ആണ്. V1 നമുക്ക് IW ഉണ്ട്. IWന്റെയും IMന്റെയും കൂടെ വെക്ടർ സം ആയിട്ട് നമുക്ക് I0 കിട്ടും. I2 ലാക്സ് V2 ബൈ ആൻ ആംഗിൾ φ2 ആണ്. മൈനസ് ഓഫ് I2 എടുത്താൽ അത് I2 ഡാഷ് ആവും. I2 ഡാഷിന്റെയും I0യുടെയും കൂടെ ടോട്ടൽ സം ആണ് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്തൊക്കെയുണ്ട്? റെസിസ്റ്റൻസും ഉണ്ട്, ലീക്കേജ് റിയാക്ടൻസും ഉണ്ട്. അപ്പം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട്? പ്രൈമറിയിൽ നമുക്ക് R1 ഉണ്ട്, X1 ഉണ്ട്. സെക്കൻഡറിയിൽ നമുക്ക് R2 ഉണ്ട്, X2 ഉണ്ട്. അപ്പം പ്രൈമറി റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഉണ്ട്, സെക്കൻഡറി റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ടോട്ടൽ പ്രൈമറി കറണ്ട് ഇപ്പോഴത്തെ, അതായത് ഇനിയിപ്പം ഇതും കൂടെ മീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം? ഒന്ന്, ഇറ്റ് മസ്റ്റ് സപ്ലൈ ദ നോ ലോഡ് കറണ്ട് I0. അതെന്തായാലും വേണമല്ലോ. I0 കൊടുക്കണം. കാര്യം I0 ആണ് എന്ത് മീറ്റ് ചെയ്യുന്നത്? അയൺ ലോസ് കമ്പോണൻസ് മീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം I0യുടെ രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് IWയും IMഉം ആണ് അല്ലേ? അപ്പം അയൺ ലോസ് കമ്പോണന്റ് മീറ്റ് ചെയ്യുന്നത് IW ആണ്, അതുപോലെ മാഗ്നറ്റൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് IMഉം ആണ്. അപ്പം ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? I0 എന്തായാലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ സെക്കൻഡറിയിലെ കറണ്ട് I2 ആണ്. ആ സെക്കൻഡറി കറണ്ട് I2വിന്റെ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു I2 ഡാഷ് പ്രൈമറിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് എന്തായി? ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് I0 പ്ലസ് I2 ഡാഷ് ആയല്ലോ. I0 പ്ലസ് I2 ഡാഷ് ആയി. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഉള്ള കേസിലും നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ N1 I2 ഡാഷ് ഈസ് ഈക്വൽ ടു N2 I2 എന്ന് പറയാം. അതിനകത്തുനിന്ന് I2 ഡാഷ് ഈസ് ഈക്വൽ ടു N2 ബൈ N1 ഇൻറ്റു I2 എന്ന് കിട്ടും. N2 ബൈ N1 ഈസ് ഈക്വൽ ടു K ആണ്. അങ്ങനെയാണെങ്കിൽ I2 ഡാഷ് ഈസ് ഈക്വൽ ടു K I2 എന്ന് പറയാം. K 1 ആയതുകൊണ്ട് I2 ഡാഷ് ഈസ് ഈക്വൽ ടു I2 ആണ്. പക്ഷെ അത് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ കൗണ്ടറാക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും? I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് I2 എന്ന് പറയേണ്ടി വരും. I2 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് I2 ബിക്കോസ് K ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഡയഗ്രാം. കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്. നമ്മുടെ ഇൻഡ്യൂസ് DMF എന്ന് പറയുന്ന പ്രൈമറി ഇൻഡ്യൂസ് DMF E1 ആണ്. പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് N1 ആണ്. സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് N2 ആണ്. സെക്കൻഡറി ഇൻഡ്യൂസ് DMF E2 ആണ്. നമ്മുടെ ലോഡിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നൗ
പ്രൈമറിയിൽ there is R1 and X1, സെക്കൻഡറിയിൽ there is R2 and X2. നമ്മൾ ZL എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡറി സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. സെക്കൻഡറി സർക്യൂട്ടിൽ I2 ഫ്ലോ ചെയ്യുന്നു. സെക്കൻഡറി സർക്യൂട്ടിൽ I2 ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KI2 എവിടെ നിന്ന് വലിക്കണം? പ്രൈമറിയിൽ നിന്ന് വലിക്കണം. അപ്പൊ KI2 മാത്രം വലിച്ചാൽ പോരാ, നമുക്ക് അയൺ ലോസ് കമ്പോണൻസും അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ I0 എന്ന് പറയുന്ന ഒരു കറണ്ട് കൂടെ പ്രൈമറിയിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് I1 is equal to എന്ത് കിട്ടി? I0 plus KI2 എന്ന് കിട്ടി, ടോട്ടൽ പ്രൈമറി കറണ്ട്. സോ വാട്ട് ഈസ് അവർ ടോട്ടൽ പ്രൈമറി കറണ്ട്? ഒന്നുകൂടെ എടുത്തെഴുതാം. ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് I0 plus K ടൈംസ് I2 ആണ്. നമ്മളിത് K1 ആണ്. അപ്പോൾ അതുകൊണ്ട് I0 പ്ലസ് I2 എന്ന് പറയാം. അതിനെ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ I0 മൈനസ് I2 എന്ന് പറയാം. കാര്യം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരിക. അപ്പൊ ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇക്വേഷൻസ് എഴുതാൻ പോവുകയാണ് രണ്ട് ലൂപ്പിലും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാര്യം I1 is equal to I2 dash plus I0 ആണ്. I2 dash എന്ന് പറയുന്നത് മൈനസ് KI2 ആണ്. K is equal to 1 വരുമ്പോൾ I2 dash എന്ന് പറയുന്നത് മൈനസ് I2 വരും. ഇനി നമ്മൾ ഫസ്റ്റ് ലൂപ്പ് നിങ്ങൾ നോക്ക്. ഈ ഒരു ഫസ്റ്റ് ലൂപ്പിൽ ഞാനിപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇക്വേഷൻസ് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പം ഇതങ്ങ് ഇറൈസ് ചെയ്തിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. അപ്പൊ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇക്വേഷൻ എഴുതാൻ പോകുന്നു. ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ V1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ E1 എന്നുള്ള രീതിയിൽ എടുക്കാം. E1 അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെ എഴുതിയാലും ഓക്കെ ആണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിലും കൂടെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇവിടുത്തെ വലിയ വോൾട്ടേജ് ഏതാണ്? V1 ആണോ E1 ആണോ? ഇവിടെ V1 ആണ്. കാര്യം ഇവിടെ ഡ്രോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇവിടെ നിന്നല്ല, നമ്മുടെ ഈ ഒരു എൻറ്റയർ സെറ്റപ്പിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്. കാര്യം ഇത് സ്റ്റെപ്പ് അപ്പ് അല്ല ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗണും അല്ല, K1 ആണ്. എന്ന് വെച്ചാൽ N2 is equal to N1 ആണ്. ഈക്വൽ ടേൺസ് ഉള്ള ട്രാൻസ്ഫോമർ ആണ്, 1:1 ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ നോർമലി എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് താഴോട്ട് കുറയാനേ ചാൻസ് ഉള്ളൂ. കാര്യം പ്രൈമറിയിലും നമുക്ക് ലോസ് വരുന്നുണ്ട്, സെക്കൻഡറിയിലും ലോസ് വരുന്നുണ്ട്. അപ്പം ഈ V1-നേക്കാളും കുറവായിരിക്കും E1, അതിനേക്കാളും കുറവായിരിക്കും E2, അതിനേക്കാളും കുറവായിരിക്കും V2. അപ്പം V1 തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇക്വേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ദ ആൾജിബ്രൈക് സം ഓഫ് EMFs ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് എന്ത് പറയുന്നത്? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് മേക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ലാർജസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്? V1 അല്ലേ? V1-നേക്കാളും കുറവാണ് E1, E1-നേക്കാളും കുറവാണ് E2, അതിനേക്കാളും കുറവാണ് V2. കാര്യം ഇത് K is equal to 1 ആണ്. K is equal to 1 ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ N2 is equal to N1 ആണ്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റി റേഷ്യോ ട്രാൻസ്ഫോമർ ആണ്, 1:1 ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് നീദർ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പും അല്ല സ്റ്റെപ്പ് ഡൗണും അല്ല, ഒരേ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ്. അപ്പം എന്തായാലും നമ്മൾ കൊടുക്കുന്ന പ്രൈമറി വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് കിട്ടുന്ന വോൾട്ടേജുകൾ. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഈ ലൂപ്പിൽ നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് V1 വെച്ചിട്ട് എഴുതാം. V1 is equal to എന്നുള്ള രീതിയിൽ എഴുതാം. V1 is equal to I1 into R1 plus I1 R1 plus I1J X1 മൈനസ് E1. കാര്യം എന്താണ്? V1-ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? E1 ആക്ട് ചെയ്യുന്നത്. കാര്യം V1 ആക്ട് ചെയ്യുന്നത് പ്ലസ് Y ഡയറക്ഷനിലും E1 ആക്ട് ചെയ്യുന്നത് മൈനസ് Y ഡയറക്ഷനിലും ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, E2 ആക്ട് ചെയ്യുന്നത് മൈനസ് വൈയിലാണ്, V2 ആക്ട് ചെയ്യുന്നത് മൈനസ് വൈയിലാണ്. ഓക്കെ, സോ അപ്പൊ ഇത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. സോ അപ്പൊ ഞാൻ എന്ത് എഴുതി? V1 is equal to I1 R1 പ്ലസ് I1J X1 മൈനസ് E1 എന്ന് എഴുതി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു R1 പ്ലസ് JX1 എന്ന് എഴുതാം, മൈനസ് E1 എന്ന് എഴുതാം. ഓക്കെ, ഇതേ ഇക്വേഷനെ തന്നെ I1 ഇൻറ്റു Z1 മൈനസ് E1 എന്നും എഴുതാം. മനസ്സിലായല്ലോ? കാര്യം R1 പ്ലസ് JX1-നെ ഞാൻ എന്തെന്ന് എഴുതി? Z1 എന്ന് എഴുതി. അപ്പൊ V1 ഈസ് ഈക്വൽ ടു I1 Z1 മൈനസ് E1 എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനിയിപ്പോൾ സെക്കൻഡറിയിൽ ഇക്വേഷൻ നമുക്ക് എഴുതാൻ നോക്കാം. കാര്യം E2-വിൽ നിന്ന് ഈ ഡ്രോപ്പ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? V2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ E2 ഈസ് ഈക്വൽ ടു E2-വിൽ നിന്ന് ഡ്രോപ്പ് കുറച്ചാൽ നമുക്ക് V2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ V2-ന്റെ ടേംസിൽ ആ ഇക്വേഷൻ നമുക്ക് എഴുതാം. V2-ന്റെ ടേംസിൽ എഴുതാം. V2 ഈസ് ഈക്വൽ ടു, V2 എന്ന് പറയുന്നത് എന്താണ്? V2 ഈസ് ഈക്വൽ ടു E2 മൈനസ് I2 R2
മൈനസ് I2 ജെ X2 അല്ലേ. E2 നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? E2 നിന്ന് E2 ആണ് വലിയ വോൾട്ടേജ്. E2 നിന്ന് ഡ്രോപ്പ് കുറച്ചതിന് ശേഷമുള്ള വോൾട്ടേജ് ആണ് V2. അപ്പൊ E2 നിന്ന് I2R2 കുറയ്ക്കണം. മൈനസ് I2 ജെ X2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? V2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു E2 മൈനസ് I2 ഇൻറ്റു R2 പ്ലസ് ജെ X2 എന്ന് പറയാം. R2 പ്ലസ് ജെ X2 എന്ന് പറയാം. കാര്യം I2 കോമൺ ആയിട്ട് അകത്തോട്ട് കയറി മൾട്ടിപ്ലൈ ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ ഇതിനെ E2 മൈനസ് I2 Z2 എന്ന് പറയാം. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പ്രൈമറിയിൽ അത് മനസ്സിലായല്ലോ. V1 ഇസ് ഈക്വൽ ടു I1R1 പ്ലസ് I1 ജെ X1 മൈനസ് E1 വരാനുള്ള കാരണം ഇത് പ്ലസ് വൈയും ഇത് മൈനസ് വൈയും ആയതുകൊണ്ടാണ്. ഇത് ഓപ്പോസിംഗ് ആണ്. ഓക്കെ. അപ്പൊ I1 ഇൻറ്റു R1 പ്ലസ് ജെ X1 മൈനസ് E1 ഓർ I1 Z1 മൈനസ് E1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡറിയിൽ V2 ഇസ് ഈക്വൽ ടു E2 മൈനസ് I2R2 മൈനസ് I2 ജെ X2 ഈക്വൽ ടു E2 മൈനസ് I2 ഇൻറ്റു R2 പ്ലസ് ജെ X2 ഈക്വൽ ടു E2 മൈനസ് I2 Z2 എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ക്ലിയർ ചെയ്തു. അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 1 ഫോർ ദ പ്രൈമറി ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ഫോർ ദി സെക്കൻഡറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. I1 ഇസ് ഈക്വൽ ടു I2 ഡാഷ് പ്ലസ് I0, I2 ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് KI2 എന്നറിയാം. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? V1 ഇസ് ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 Z1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. V1 ഇസ് ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 Z1. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടി? രണ്ടാമത്തെ ഇക്വേഷൻ V2 ഇസ് ഈക്വൽ ടു E2 മൈനസ് I2 Z2. V2 ഇസ് ഈക്വൽ ടു E2 മൈനസ് I2 Z2. ഇനി I1 എന്ന് പറയുന്നത് എന്താണ്? I1 ഇസ് ഈക്വൽ ടു I0 പ്ലസ് KI2 ആണ്. പക്ഷേ KI2 മൈനസ് KI2 ആണ്. കാര്യം അതെന്താണ്? നമ്മുടെ സെക്കൻഡറി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഡീമാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് K എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈനസ് KI2 നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് മൈനസ് I2 ആണ്. I2ന്റെ നേരെ റിവേഴ്സ് എടുത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് മൈനസ് I2 കിട്ടുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം ആണ് ഇത്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് ഫൈ ആണ്. ഫൈയിൽ ഇൻ ഫേസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? IM ഉണ്ട്. IMഉം IWയും കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? I0 ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ I0 എന്ന് പറയുന്ന കറണ്ട് അവിടെ ഉണ്ട്. അപ്പൊ ഞാനത് ഇറേസ് ചെയ്യാൻ പോവുകയാണ്. I0 എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് 5 ഫ്ലക്സ് ഉണ്ട്. അതുപോലെ I0 എന്ന് പറയുന്ന നോ ലോഡ് കമ്പോണന്റ് ഓഫ് കറണ്ട് I0 ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് നോക്കണം. ഇക്വേഷൻസ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ടേക്കിംഗ് ദ റെഫറൻസ് ആസ് E1 ആൻഡ് E2. E1ഉം E2 എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ V1 നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ മൈനസ് ഓഫ് E1 വേണം. അപ്പം മൈനസ് E1 എവിടെയാണ് കിടക്കുന്നത്? മൈനസ് E1 മൈനസ് Y ആക്സിസിലാണ് കിടന്നത് അല്ലേ? അപ്പം ഇത് തന്നെയാണ് എന്തൊക്കെ? ഇതെന്ന് പറയുന്നത് മൈനസ് E1 അല്ല, ഇത് E1 ആണ്. E1ഉം അതുപോലെ തന്നെ E2ഉം ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഉള്ളത്. മൈനസ് Y ആക്സിസിൽ E1ഉം E2ഉം ആണ് ഉള്ളത്. ഇപ്പോ V1ഉം V2ഉം പ്ലസ് വൈയില് മൈനസ് വൈയിലല്ല കിടക്കുന്നത്. കാര്യം നമുക്ക് R1 X1 ഡ്രോപ്പും R2 X2 ഡ്രോപ്പും ഉണ്ട്. അപ്പൊ V1 ആൻഡ് V2 വിൽ ബി ഷിഫ്റ്റഡ് ഫ്രം ദ റെഫറൻസ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFകളെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ ആക്ച്വൽ വോൾട്ടേജുകളായിട്ടുള്ള V1ഉം V2ഉം ഇപ്പൊ നമുക്ക് ഷിഫ്റ്റഡ് ആയിട്ടാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെടുത്തു? ഇവിടെ നമുക്ക് E1 ഉണ്ട്, E2 ഉണ്ട്. ആ E1നെ നേരെ റിവേഴ്സ് ചെയ്തു. കാര്യം നമുക്കിവിടെ വേണ്ടത് എന്താണ്? മൈനസ് E1 അല്ലേ വേണ്ടത്. അപ്പൊ ആ E1നെ നേരെ റിവേഴ്സ് ചെയ്യുന്നു. അപ്പൊ ആ E1 റിവേഴ്സ് ആയി എന്തായി വരുന്നു? മൈനസ് E1 ആയിട്ട് വരുന്നു. ഓക്കെ. ഇനി I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട് എന്തിന്റെയൊക്കെ സമ്മാണെന്നാണ് നമ്മൾ പറഞ്ഞത്? I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട് I0യുടെയും I2 ഡാഷിന്റെയും I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട് I0യുടെയും I2 ഡാഷിന്റെയും സമ്മാണ്. I2 ഡാഷ് എന്ന് പറഞ്ഞാൽ I2ന്റെ നേരെ ഓപ്പോസിറ്റ് കറണ്ട് ആണ് അല്ലേ? അപ്പൊ I2 ലാക്സ് V2 ബൈ ആൻ ആംഗിൾ ϕ2. അപ്പൊ നമ്മൾ ആ ഒരു അസംഷനിൽ എന്ത് വരയ്ക്കുന്നു? I2 വരയ്ക്കുന്നു. ഓക്കെ. അപ്പൊ V2 നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ I2 കറണ്ട് അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് അവിടെ. ഈ I2ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? I2 ഡാഷ് അല്ലേ? I2ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് I2 ഡാഷ്. അപ്പം ഇതാണ് I2 ഡാഷ് എങ്കിൽ I0യുടെയും I2 ഡാഷിന്റെയും കൂടെ വെക്ടർ സമ്മാണ് എന്ത്? I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ?
നമ്മളിവിടെ I2 കറണ്ട് നമ്മളൊരു അസംഷനിൽ വരയ്ക്കുന്നു. കാര്യം നമുക്കിവിടെ അറിയാം, നമ്മൾ ഓൾറെഡി I2 I2' വരച്ച് I2' പ്ലസ് I0 I1 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ I2 ഇതാണെന്ന് വിചാരിക്കുന്നു. I2നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നു, അത് I2' ആവുന്നു. I2'നെ ട്രയാങ്കിൾ ലോ വഴി വേണേലും സം ചെയ്ത് I1 ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പുതിയതായിട്ട് വരച്ചതുപോലെ പാരലലോഗ്രാം ലോ വഴി വേണേലും I1 ഉണ്ടാക്കാം. അപ്പോൾ I2 ഉണ്ട്. I2നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നു, നമുക്ക് I2' കിട്ടുന്നു. ആ I2' പ്ലസ് I0 എന്ന് പറയുന്നതാണ് I1. അപ്പോൾ നമുക്ക് I1 കിട്ടിയല്ലോ. അതുപോലെ നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? -E1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി നമ്മൾ E1ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. E1ന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് I1R1ഉം I1JX1 ആണ്. അതായത് -E1 ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് ടു ആഡ് I1R1 ആൻഡ് I1JX1. അപ്പം I1R1 ഈസ് ദ കമ്പോണന്റ് വിച്ച് ഈസ് ഇൻ പാരലൽ ടു I1 നമുക്ക് കിട്ടി. ഇപ്പൊ I1ന് പാരലലായിട്ട് എന്ത് വരയ്ക്കുക? I1R1 വരയ്ക്കുക. അതിന് 90 ഡിഗ്രിയിൽ യു വിൽ ഹാവ് I1JX1. ഇതാണ് I1JX1. ഓക്കെ, അപ്പൊ -E1 പ്ലസ് I1R1 പ്ലസ് I1JX1 നമുക്ക് എന്ത് തരണം? V1 കിട്ടണം. മനസ്സിലായോ? ഇനി I1R1 പ്ലസ് I1JX1 എന്ന് പറയുന്നത് എന്താണ്? I1Z1 ആണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, I1R1 പ്ലസ് I1JX1നെ നമുക്ക് I1Z1 എന്ന് പറയാം. കാര്യം R1 പ്ലസ് JX1 Z1 ആണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് അവിടെ ട്രയാങ്കിൾ ലോയിൽ സം ചെയ്യാമെങ്കിൽ I1R1 പ്ലസ് I1JX1 കൊണ്ട് നമുക്ക് I1Z1 അവിടെ കിട്ടും. അപ്പം -E1 പ്ലസ് I1R1 പ്ലസ് I1JX1 ഈസ് V1. ഓക്കെ, I1R1 പ്ലസ് I1JX1 ഈസ് I1Z1. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ V2 ഈസ് ഈക്വൽ ടു E2 മൈനസ് I2R2 പ്ലസ് I2JX2 അല്ലേ? അപ്പൊ V2 കിട്ടണമെങ്കിൽ E2ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ഇത് E2 അല്ലേ? E2ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. കാര്യം മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരോ വരുന്നത്. സം എന്ന് പറയുമ്പം ആ വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിൽ മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു E2. സോ E2 മൈനസ് I2JX2, E2 മൈനസ് I2JX2 മൈനസ് I2R2 ഈക്വൽസ് V2. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂട്ടിയാൽ V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽ ടു E2. അങ്ങനെയല്ലേ കിട്ടുന്നത്? അതായത് V2 പ്ലസ് I2R2 ഇത് ഇപ്പുറം കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽസ് E2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽസ് E2. ഇനി I2R2 പ്ലസ് I2JX2 ഈസ് I2Z2. I2R2 അതിന്റെ കൂടെ I2JX2 കൂടെ സം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് I2Z2 ആണ്. അപ്പൊ പ്രൈമറിയിൽ യു ഹാവ് I1Z1 വിച്ച് ഈസ് ദ സം ഓഫ് I1R1 പ്ലസ് I1JX1. സെക്കൻഡറിയിൽ യു ഹാവ് I2Z2 വിച്ച് ഈസ് ദ സം ഓഫ് I2R2 ആൻഡ് I2JX2 അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? E2 കിട്ടി, V2 കിട്ടി, I1R2 കിട്ടി, I2JX2 കിട്ടി, I2Z2 കിട്ടി. ഇവിടെ നമുക്ക് -E1 കിട്ടി, പ്ലസ് I1R1 കിട്ടി, പ്ലസ് I1JX1 കിട്ടി, V1 കിട്ടി, ആൻഡ് വി ഗോട്ട് I1Z1 അല്ലേ? ഇനി ആംഗിൾ ബിറ്റ്വീൻ I1 ആൻഡ് V1 ഈസ് കോൾഡ് ϕ1. Angle between I1 and V1 is called ϕ1, and angle between I2 and V2 is called ϕ2. അപ്പം I1 ആൻഡ് V1, I1നും V1നും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ ϕ1 എന്നും പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ ϕ1 എന്നും സെക്കൻഡറി പവർ ഫാക്ടർ ആംഗിൾ ϕ2 ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ I2 ആൻഡ് V2. അപ്പൊ ഇതാണ് ദ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ ലോഡ്. അപ്പം നമ്മളൊരു ട്രാൻസ്ഫോമർ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം ആണ് ഇത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു നോ ട്രാൻസ്ഫോമർ, യു മസ്റ്റ് നോ ഫേസർ ഡയഗ്രാം ആൻഡ് ഇക്വലന്റ് സർക്യൂട്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ ഹൗ ദ പ്രൈമറി സൈഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഹൗ ദ സെക്കൻഡറി സൈഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഹൗ ദ ലോസ് കമ്പോണന്റ് ഓഫ് ദ പ്രൈമറി കറണ്ട് ആൻഡ് ദി കോർ ലോസ് കമ്പോണന്റ് ആൻഡ് ദ മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഈസ് ടേക്കൺ ടുഗദർ ടു ഫോം ദ ടോട്ടൽ പ്രൈമറി കറണ്ട് I1. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ I0 എന്തിന്റെയൊക്കെ സമ്മാണ്? ഒരു റീക്യാപ്പ് പറയാം. I0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് IW
IW plus IM, I0യുടെയും I2' കൂടെ സമ്മാണ് I1. I2' is nothing but it is K I2 in the reverse direction. K is equal to 1, so I2 and I2' will be of equal magnitude. നമുക്കിവിടെ E1 ഉണ്ട്, E2 ഉണ്ട്. മൈനസ് വൈയിൽ അതിൽ മൈനസ് E1 ആക്കി E1നെ മടക്കി മേളിൽ കൊണ്ടുപോയി -E1 പ്ലസ് I1 R1 പ്ലസ് I1 J X1 ആണ് V1. I1 R1 പ്ലസ് I1 J X1 വിൽ ഗീവ് യു I1 Z1. V1നും I1നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ 5:1. ഇനി ഇവിടെ നമുക്ക് E2 ഓൾറെഡി ഉണ്ട്. E2വിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? E2വിൽ നിന്ന് I2 J X2 കുറയ്ക്കണം. I2 R2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് V2 കിട്ടും. അല്ലെങ്കിൽ V2 ആണ് ഏറ്റവും ചെറിയ വോൾട്ടേജ്. V2വിന്റെ കൂടെ ഡ്രോപ്പുകൾ കൂട്ടിയാൽ നമുക്ക് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF E2 കിട്ടണം. അപ്പോൾ V2 പ്ലസ് I2 R2 പ്ലസ് I2 J X2 കിട്ടിയാലും E2 കിട്ടും. I2 R2 പ്ലസ് I2 J X2 is called I2 Z2. ഇനി I2 ഓൾറെഡി ഇവിടെ ഉണ്ട്. The angle between I2 and V2 is called the secondary power factor angle phi2. അപ്പം പവർ ഫാക്ടർ ഓഫ് ദ പ്രൈമറി വിൽ ബി cos phi1 ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദ സെക്കൻഡറി വിൽ ബി cos phi2. ഇതാണ് ദ കംപ്ലീറ്റ് ഓൺ ലോഡ് ഫേസർ ഡയഗ്രാം ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫർ.